MBA പരീക്ഷയുടെ ഉത്തരക്കടലാസുകൾ കാണാതായ സംഭവത്തിൽ അധ്യാപകൻ പ്രമോദ് സർവകലാശാലയ്ക്ക് വിശദീകരണം നൽകി. ഉത്തരക്കടലാസുകൾ നഷ്ടമായതിന് പിന്നാലെ പോലീസിൽ വിവരമറിയിച്ചെന്നും അടുത്ത ദിവസം സർവകലാശാലയെ വിവരമറിയിച്ചെന്നും അധ്യാപകൻ നൽകിയ മൊഴിയിൽ പറയുന്നു. അധ്യാപകന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് തിങ്കളാഴ്ച രജിസ്ട്രാർ വൈസ് ചാൻസലർക്ക് കൈമാറും. തുടർന്നാകും അധ്യാപകനെതിരെ നടപടി കൈക്കൊള്ളുക. MBA അവസാന വർഷ വിദ്യാർത്ഥികളായ 71 പേരുടെ ഉത്തരക്കടലാസുകളാണ് അധ്യാപകനായ പ്രമോദിൽ നിന്ന് നഷ്ടമായത്. പ്രമോദിനെ പരീക്ഷാ ചുമതലകളിൽ നിന്നും ഡീബാർ ചെയ്യാൻ സർവകലാശാല തീരുമാനിച്ചിരുന്നു. അതിന്റെ മുന്നോടിയായിട്ടാണ് അധ്യാപകന്റെ ഭാഗം കൂടി സർവകലാശാല കേട്ടത്. സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാർ, പരീക്ഷാ കമ്മീഷണർ എന്നിവരാണ് അധ്യാപകനിൽ നിന്ന് മൊഴിയെടുത്തത്. റിപ്പോർട്ട് ഈ മാസം 7-ന് വൈസ് ചാൻസലർക്ക് നൽകുമെന്ന് രജിസ്ട്രാർ വ്യക്തമാക്കി. അതിനുശേഷം മറ്റ് തുടർ നടപടികൾ അത് ആലോചിച്ച് തീരുമാനിക്കും. അതിപ്പം വൈസ് ചാൻസലറും സിൻഡിക്കേറ്റും ഒക്കെ ആയിട്ട് ആലോചിച്ച് അതിനുള്ള നടപടികൾ എടുക്കും. ഈ റിപ്പോർട്ട് ഞങ്ങൾ കൊടുക്കും. 7-ാം തീയതി വൈകിട്ട് കൊടുക്കും. ഉത്തരക്കടലാസുകൾ നഷ്ടമായത് എങ്ങനെയെന്ന് ഹിയറിംഗിൽ അധ്യാപകൻ പ്രമോദ് വിശദീകരിച്ചു. ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ടപ്പോൾ തന്നെ പോലീസിൽ പരാതി നൽകിയെന്നും തൊട്ടടുത്ത ദിവസം സർവകലാശാലയെ വിഷയം അറിയിച്ചുവെന്നും അധ്യാപകൻ പ്രമോദ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതിനുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തു. ഇനിയിപ്പോൾ എന്താണ് അവർ ഫൈനൽ ഡിസിഷൻ എന്നുള്ള രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല. നടപടികളെ കുറിച്ചിട്ട് അറിയിക്കുന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പിന്നീട് അറിയിക്കുക എന്നുള്ള രീതി പറഞ്ഞു. അധ്യാപകനെ സസ്പെൻഡ് ചെയ്യാനുള്ള നിർദ്ദേശം നേരത്തെ വൈസ് ചാൻസലർ കോളേജ് മാനേജ്മെന്റിന് നൽകിയിരുന്നു. ഇതിലും ഉടൻ നടപടിയുണ്ടാകും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.